ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ കമോൺ. അപ്പം അതിനായിട്ട് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടർമറിക് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റിന് നമ്മളത് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് കേർഡാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാ മസാലയും പിടിക്കണം, അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ നമ്മളിനി അടുത്തത് റൈസാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ആദ്യമായിട്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാ തരം സ്പൈസസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനൊപ്പം ഗീ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി മസാല ഗ്രേവിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ പാനിൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഗീയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് കാർഡമം, സിന്നമൺ, ക്ലോവ്, ബേ ലീഫ്, പെരിഞ്ചീരകം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ഓണിയനും ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയൻഡർ ലീവ്സും മിൻ ലീവ്സും ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ലോണം മിക്സായി വന്ന ശേഷം നമ്മൾ ടൊമാറ്റോ ആണ് ആഡ് ചെയ്യുന്നത്. പീസായി അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്. നല്ലോണം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാല ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അടുത്തായിട്ട് നല്ലോണം ഉള്ളി, പച്ചമുളക്, ടൊമാറ്റോ ഒക്കെ വയറ്റി വന്ന ശേഷം നമ്മൾ ഇതൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യണം, ചിക്കന് എല്ലാ മസാലയും പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ പാനിലേക്ക് നമ്മൾ ഉള്ളി എണ്ണയിലിട്ട് വറക്കുകയാണ്. നമുക്ക് ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ ഗ്രേവിയിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഗീ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഓണിയൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.